കേട്ടിട്ടില്ല. ഇത്ര ഗംഭീരനായ വ്യക്തിയാ. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന കമ്പ്യൂട്ടർ ഡെൽ കമ്പ്യൂട്ടറാ. നിങ്ങൾ ഇവിടെ നിന്ന് ഫോൺ വിളിച്ച് എനിക്കൊരു ഡെൽ കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞാൽ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിലേക്ക് ഡെൽ കമ്പ്യൂട്ടർ എത്തിയിരിക്കും. കടകളിൽ കിട്ടുകയുമില്ല, വീട്ടിലേക്ക് എത്തിയിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം $157 ബില്യൺ ബിസിനസ്. 157 ബില്യൺ, മില്യൺ അല്ല, ബില്യൺ ഡോളറിന്റെ ബിസിനസ് ചെയ്യാൻ പാകത്തിന് ആധുനിക കമ്പ്യൂട്ടർ നിർമ്മാണത്തിലേക്ക് ഒരു ഗ്രാജുവേറ്റ് പോലും അല്ലാത്ത വ്യക്തിക്ക് എത്താൻ സാധിച്ചു എങ്കിൽ ആധുനികമായ അറിവ് നേടി ഗ്രേറ്റ് ആവാൻ നിങ്ങൾക്ക് സാധിക്കും. ആ ഡെല്ലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വി നെവർ കമ്മിറ്റ് ദ സെയിം മിസ്റ്റേക്ക് സെക്കൻഡ് ടൈം. ഇതാണ് അദ്ദേഹം പറയാ. ഒരേ തെറ്റ് 2 പ്രാവശ്യം ആവർത്തിക്കില്ല. ഒരേ തെറ്റ് 2 പ്രാവശ്യം ആവർത്തിക്കില്ലെന്ന് മാത്രമല്ല, 85,000 ജോലിക്കാരുള്ള അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ 85,000 ജോലിക്കാരുള്ള അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ രാവിലെ തൂപ്പുകാരൻ വന്നില്ലെങ്കിൽ മൈക്കൽ ഡെല്ല് തന്നെ ചൂലെടുത്ത് തൂത്തുവാരുന്നുണ്ടാവും. ആരും അസാധാരണമായിട്ടുള്ള പ്രഗത്ഭനോ അല്ലെങ്കിൽ താഴ്ന്നവനോ ഉയർന്നവനോ എന്ന് ആ കമ്പനിയിൽ വ്യത്യാസമില്ല. അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ ഉണ്ട്, എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഷർട്ടിന്റെ കയ്യ് മടക്കി വെച്ച് ഏത് ജോലിയും ചെയ്യാൻ ഞങ്ങൾ ഇന്നും സന്നദ്ധരാണ്. അതാണ് ഡെൽ കമ്പ്യൂട്ടറിന്റെ സംസ്കാരം. ഇപ്പോൾ കൾച്ചർ ഉണ്ട്, വാല്യൂ ബേസ്ഡ് നോളജ് ഉണ്ട്, മോഡേൺ നോളജ് ഉണ്ട്. എൻ്റെ അനുജന്മാരിലും അനുജത്തിമാരിലും ഇത് രണ്ടും ഉണ്ടാവണം. ലോകത്തിൽ അറിവിൻ്റെ, ആധുനിക അറിവിൻ്റെ ഏറ്റവും തലപ്പത്തെത്താൻ ഇന്ന് നിങ്ങൾക്ക് ലൈബ്രറിയിൽ പോലും പോവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്കൂളിലും വീട്ടിലും കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വിഷയമാണോ പഠിക്കേണ്ടത് ആ വിഷയത്തിൻ്റെ ആ വാക്ക് ഗൂഗിളിൽ കൊടുത്ത് നോട്ട് എഴുതിയെടുക്കാൻ ഇന്ന് സൗകര്യമുണ്ട്. അപ്പൊ മോഡേൺ നോളജ് കിട്ടാൻ വിഷമമില്ല. പിന്നെ വാല്യൂ ബേസ്ഡ് നോളജ് അച്ഛനമ്മമാരിൽ നിന്നും ഭാഗികമായിട്ട് അധ്യാപകരിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കണം. ആ വാല്യൂ ബേസ്ഡ് നോളജാണ് സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും കടമയും കടപ്പാടും തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിൽ മനസ്സിന് സന്തോഷം തരുന്നതെല്ലാം മൂല്യാധിഷ്ഠിതമായ അറിവാണ്. അതേപോലെ ബാക്കി കാര്യങ്ങളെല്ലാം മോഡേൺ നോളജ്, സമ്പത്തുണ്ടാക്കുക, വലിയൊരു വീട് വയ്ക്കുക, നല്ല പദവി നേടുക, കുറേയധികം സർട്ടിഫിക്കറ്റ് കിട്ടുക, കുറേയധികം പ്രൈസുകൾ കിട്ടുക, ഇതൊക്കെ മോഡേൺ നോളജിന്റെ ഭാഗമാണ്. പക്ഷെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നത് വാല്യൂ ബേസ്ഡ് നോളജിന്റെ ഭാഗം. ഇപ്പൊ പുറമേ കാണുന്നതെല്ലാം മോഡേൺ നോളജിലൂടെയും അകത്ത് അനുഭവിക്കേണ്ടതെല്ലാം വാല്യൂ ബേസ്ഡ് നോളജിലൂടെയും ഉണ്ടാവണം. നമുക്ക് സന്തോഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റുമോ? സന്തോഷം അകത്താണ് ഉണ്ടാവുക. സ്നേഹം അകത്താണ്, ബഹുമാനം അകത്താണ്, കരുണയും കടപ്പാടും അകത്താണ്. പക്ഷേ സർട്ടിഫിക്കറ്റും ശമ്പളവും പൊസിഷനും എല്ലാം പുറത്തുനിന്ന് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ മോഡേൺ നോളജും വാല്യൂ ബേസ്ഡ് നോളജും ഒരേപോലെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഭാരതത്തിലെ പൂർവികരെന്താ പറയുന്നതെന്നറിയോ? ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സ ബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച. ഈ 4 വരികളുടെ അർത്ഥം എന്നും മനസ്സിൽ ഓർമ്മയുണ്ടാവണം. അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന അധ്യാപകർക്കും അധ്യാപികമാർക്കും അറിവുണ്ടാവണം. വിദ്യാർത്ഥികൾ എന്നും ഓർക്കണം, അവരുടെ ജീവിതത്തിന് ആവശ്യമായ അറിവിൻ്റെ
കാൽ ഭാഗം അറിവ് മാത്രമേ സ്കൂളിൽ നിന്ന് കിട്ടുള്ളൂ. ആചാര്യാത് പാദം ആദത്തെ. Only 1/4 of the knowledge you will be getting from the school or from the teacher. ഇതെന്നും ഓർക്കണം. വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളതെല്ലാം ടീച്ചേഴ്സ് തരുമെന്ന്. ഒരു ടീച്ചർക്കും ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ജീവിതത്തിന് ആവശ്യമായ അറിവുകളുടെ 25% ഈ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പാദം ശിഷ്യസ്വമേധയ. കാൽ ഭാഗം നിങ്ങൾ തന്നെത്താനെ ഉണ്ടാക്കണം. ഈ കാൽ ഭാഗം അറിവ് നിങ്ങൾ തന്നെത്താനെ ഉണ്ടാക്കണം എന്നുള്ളത് അധ്യാപികമാര് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതാ. നിങ്ങൾ കാൽഭാഗം അറിവേ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. കാൽഭാഗം അറിവ് നിങ്ങൾ തന്നെത്താനെ ഉണ്ടാക്കണം. പാദം സ ബ്രഹ്മചാരിഭ്യ. മറ്റുള്ളവരിൽ നിന്ന് കാൽഭാഗം അറിവ് സ്വീകരിക്കണം. ആദ്യത്തെ കാൽഭാഗം അധ്യാപകരിൽ നിന്ന്, രണ്ടാമത്തെ കാൽഭാഗം തന്നെത്താനെ, മൂന്നാമത്തെ കാൽഭാഗം മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട്, നാലാമത്തെ കാൽഭാഗം ശേഷം കാലക്രമേണ ച. അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ലഭിക്കണം. ഇന്ന് ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയാലും ഈ സന്ദേശം അവർ സ്വീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈ മാസം 9-ാം തീയതി അമേരിക്കയിലെ റോക്കറ്റ് വിക്ഷേപിക്കുന്ന നാസായിലേക്ക് പോവാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. ഹ്യൂസ്റ്റണിൽ നിന്ന് 35 മൈല് ദൂരെയുള്ള 50 കിലോമീറ്റർ ദൂരെയുള്ള നാസായിൽ പോയിരുന്നു ഞാൻ. രാവിലെ 7 മണിക്ക് എത്തി, വൈകുന്നേരം 7 മണി വരെ അവിടെ മുഴുവനും കാണാൻ അനുവാദമുള്ള സ്ഥലത്തെല്ലാം നടന്ന് കണ്ടു. അവിടെയും എല്ലാവരോടും പറയുന്നതാണ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അറിവ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനിലൂടെ ലഭിച്ചു എന്ന് വരില്ല. നിങ്ങൾ ബിടെക്കോ എംടെക്കോ PhDയോ IASോ ഏത് ഡിഗ്രി ഉള്ളവരാണെങ്കിലും ജീവിതത്തിലെ എല്ലാ അറിവും അതിനകത്തില്ല. അതിനകത്ത് ജീവിക്കാൻ ആവശ്യമായ അറിവിന്റെ ജീവിതത്തിൽ ഗ്രേറ്റും ഗുഡും ആവാനുള്ള അറിവിന്റെ കാൽഭാഗമേ ഉള്ളൂ. കാൽഭാഗം നിങ്ങൾ തന്നെത്താനെ ഉണ്ടാക്കണം. കാൽഭാഗം കൂട്ടത്തിലുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഉണ്ടാക്കണം. അവസാനത്തെ കാൽഭാഗം ജീവിതത്തില് മുമ്പോട്ടുള്ള പ്രയാണത്തില് നിങ്ങൾക്ക് എന്തെല്ലാം കളക്ട് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ കളക്ട് ചെയ്യണം. അപ്പൊ ആദ്യത്തെ 4 സന്ദേശം ഭാരതത്തിലെ പൈതൃകത്തിലുള്ളത് എന്താണ്? 1/4 ഫ്രം ദ ടീച്ചർ, 1/4 ബൈ യുവർസെൽഫ്, 1/4 ഫ്രം ദ കൊളീഗ്സ് ആൻഡ് ദ ലാസ്റ്റ് ക്വാർട്ടർ ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ലിവിങ്. 4 പോയിന്റ് മനസ്സിലായല്ലോ ഇല്ലേ? അടുത്ത 4 പോയിന്റ് എന്താ? ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തില് നിങ്ങൾക്ക് എങ്ങനെയാ അറിവ് നേടാൻ സാധിക്കുക? ജീവിതത്തില് മുമ്പോട്ടുള്ള പ്രയാണത്തില് അറിവ് നേടാൻ സാധിക്കുന്നത് അത് വാല്യൂ ബേസ്ഡ് നോളജ് ആണെങ്കിലും അതേപോലെ തന്നെ മോഡേൺ നോളജ് ആണെങ്കിലും 4 വാക്കുകൾ ഓർമ്മിക്കാനുള്ളത്: അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. 4 വാക്കുകൾ. ആദ്യത്തെ 4 വാക്കുകൾ ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? 1/4 is equal to teacher, 2nd quarter is equal to yourself, 3rd quarter from your friends, and 4th quarter during the process of living. ആ ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ലിവിങ് എന്ന് പറയുന്നതിനെ വീണ്ടും 4 വാക്കുകളായിട്ട് തിരിച്ചാൽ അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ. എന്തെല്ലാം നന്മ നിറഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുമോ അതെല്ലാം നിങ്ങൾ ആഡ് ചെയ്യണം.
സ്റ്റീവ് ജോബ്സ് എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട് സ്റ്റീവ് ജോബ്സ്? കൈ ഉയർത്ത. സ്റ്റീവ് ജോബ്സ് എത്ര പേരെ കേട്ടിട്ടുള്ളൂ? ശരി, 3-4 പേര്. ആപ്പിൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ വ്യക്തിയുടെ പേരാണ് സ്റ്റീവ് ജോബ്സ്. സ്റ്റീവ് ജോബ്സ് ഇങ്ങനെ റോട്ടിലൂടെ പോകുമ്പോൾ ഒരു ഓവർ ബ്രിഡ്ജിന്റെ ചുവട്ടില് ഒരു ചെറിയ കടയുണ്ടായിരുന്നു അമേരിക്കയില്. ആ ചെറിയ കടയിൽ ഒരു പെൺകുട്ടി ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ഇങ്ങനെ കമ്പ്യൂട്ടർമാരുകളിൽ ചെയ്യുന്നുണ്ട്. ഈ ചുമ്മാ സ്റ്റീവ് ജോബ്സ്, ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ ജനയിതാവ്, ഈ സ്റ്റീവ് ജോബ്സ് 55-ാമത്തെ വയസ്സില് ക്യാൻസർ വന്ന് മരിച്ചു. അറിയാലോ ഇല്ലേ? അദ്ദേഹം മരിച്ചപ്പം മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് തല കുനിച്ച് 2 മിനിറ്റ് മൗനപ്രാർത്ഥന നടത്തിയത്. അമേരിക്കയുടെ 200 വർഷത്തെ ചരിത്രത്തില് അമേരിക്കൻ പ്രസിഡന്റ് തലകുനിച്ച് ഒരാൾക്ക് എന്താ പറയാ ഹോമേജ് കൊടുത്തിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ തലകുനിച്ച് ലോകത്തെ മാറ്റിമറിച്ച ആ വ്യക്തിയുടെ മുമ്പില് കണ്ണുനീരോടുകൂടി എന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നാണ് ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞത്. ആ ലോകത്തെ മാറ്റിമറിച്ച ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ ജനയിതാവ് സ്റ്റീവ് ജോബ്സ് ഈ ഓവർ ബ്രിഡ്ജിന്റെ ചുവട്ടിൽ ഒരു പെട്ടിക്കട പോലെയുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഈ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യുന്നത് കണ്ടിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, ഇപ്പൊ ഉപയോഗിച്ച സാധനം അത് എത്രത്തോളം വികസിപ്പിക്കാൻ പറ്റുമോ വികസിപ്പിക്കുക, എന്നിട്ട് അത് എനിക്ക് തരണം എന്ന് പറഞ്ഞു. ആ കുട്ടി ചോദിച്ചു, ഇത് എന്തിനു കൊള്ളാം നിങ്ങൾക്ക്? അല്ല, അതെനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി ചോദിച്ചു, പെൺകുട്ടി ചോദിച്ചു, എനിക്ക് എത്ര രൂപ തരും? എന്തു ചോദിക്കുന്നോ അത് തരാന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി ചോദിച്ചു, എനിക്ക് $70 തരുമോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം മറുപടി പറഞ്ഞത് എന്താ? $7000 ചെക്ക് നാളെ ഉച്ചയ്ക്ക് നിങ്ങളുടെ കയ്യിലെത്തും. $70 തരുവോ എന്ന ചോദ്യത്തിന് ഉത്തരം $7000 ചെക്ക് നാളെ നിങ്ങളുടെ കയ്യിലെത്തും. ആ കുട്ടിക്ക് അത് വിശ്വസിക്കാനേ സാധിച്ചില്ല. ആ കുട്ടി ഓവർ ബ്രിഡ്ജിന്റെ ചുവട്ടിലിരുന്ന് വികസിപ്പിച്ചതാണ് ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന മൗസ് എന്നറിയോ? ആ കുട്ടി അവിടെ നിന്ന് അത് വികസിപ്പിച്ചില്ലെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടറിൽ ഈ ബട്ടൺ മാത്രമേ നമുക്ക് അമർത്താൻ പറ്റുള്ളൂ. ഈ മൗസ് എന്നുള്ള സാധനം ഉണ്ടാവില്ല. ഇപ്പൊ മൗസ് ഇല്ലാത്തൊരു കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അല്ലേ? അർത്ഥം മനസ്സിലായില്ലോ ഇല്ലേ? അപ്പൊ ഞാൻ എന്തിനാ ഇത് പറഞ്ഞറിയോ? അഡീഷൻ. നിങ്ങൾ ലോകത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തില് ചെറുതും വലുതുമായിട്ടുള്ള ഏതെല്ലാം നന്മകൾ കിട്ടുമോ അത് ആഡ് ചെയ്യണം. വേദത്തിൽ എന്താ പറയുക അറിയോ? ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ. ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ. നന്മ നിറഞ്ഞ അറിവുകള് ഈ വിശ്വത്തിന്റെ എവിടെയുണ്ടെങ്കിലും അത് എന്നിലേക്ക് വന്നു ചേരട്ടെ. ബൈബിളിലുണ്ടെങ്കിലും ഖുറാനിലുണ്ടെങ്കിലും ഭഗവത്ഗീതയിലോ മാർക്സ് എഴുതിയ പുസ്തകത്തിലോ എംഗൽസ് എഴുതിയ പുസ്തകത്തിലോ യുക്തിവാദി ജോസഫ് എഡമറുക എഴുതിയ പുസ്തകത്തിലോ മാവോ സേത്തുങ് എഴുതിയ പുസ്തകത്തിലോ ഇതൊന്നും നിങ്ങളുടെ മുമ്പില് ആരെഴുതിയ പുസ്തകം എന്നുള്ളതല്ല. ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട എന്തുണ്ട് അതായിരിക്കണം ചിന്തിക്കേണ്ടത്. എനിക്കിഷ്ടപ്പെട്ട ആളുടെ പുസ്തകം എന്നൊന്നില്ല, ഇഷ്ടപ്പെട്ട പുസ്തകം എന്നൊന്നുണ്ട്. ഇഷ്ടപ്പെട്ട ആളുടെ പുസ്തകം എന്നൊന്നില്ല, ഇഷ്ടപ്പെട്ട പുസ്തകം എന്നൊന്നുണ്ട്. ആ പുസ്തകമായിരിക്കും നിങ്ങൾക്ക് അറിവ് തരാനായിട്ട് പ്രയോജനപ്പെടുക. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, വില്യം വേർഡ്സ്വർത്ത്. ഞാൻ എന്നും ആരാധിക്കുന്ന ആളാണ് വില്യം വേർഡ്സ്വർത്ത്. വേദത്തിന്റെ മന്ത്രം പോലെ ഗംഭീരമായിട്ടുള്ള ഇംഗ്ലീഷ് കവിതകൾ എഴുതിയ വില്യം വേർഡ്സ്വർത്തിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം. ലണ്ടനിൽ നിന്ന് 70 മൈൽ ദൂരെയാണ് വീട്.
ജാസ്മീർ വില്ലേജിലാ വീട്. ആ വീട്ടിൽ ഞാൻ പോയി 3 കൊല്ലം മുമ്പ്. അദ്ദേഹം ഇരുന്ന കസേരയിലിരുന്നു. ദുഃഖകരമായ വസ്തുത, അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ശവമടക്കിയിരിക്കുന്നത് റോഡ് സൈഡിൽ പൊതുസ്ഥലത്താ. അത് കണ്ടപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. ഞാൻ അവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാരെ വിളിച്ചു, പോലീസിനെ വിളിച്ചു. വൈകുന്നേരം 5:30 മണിയായി, സൂര്യൻ അസ്തമിക്കാറായി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു പോയറ്റിന്റെ ശവകുടീരം ഇങ്ങനെയായിരിക്കുന്നത്, അതിനെ ഭംഗിയാക്കണം എന്ന് പറഞ്ഞു. ഒരു വാനിൽ പോലീസ് വന്നു, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾക്കാർ വന്നു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അത് മുഴുവൻ ക്ലീൻ ചെയ്ത് ഇതിന്റെ ചുറ്റും തുളസിയും ജമന്തിയും എല്ലാം വെച്ച് ആ പൊതുസ്ഥലത്തേക്ക് ജനങ്ങൾ കടക്കാതിരിക്കാൻ വേലി കെട്ടിയിട്ട് രാത്രി 9 മണിക്കാണ് ഞാൻ പോയത്. ഇപ്പൊ ലണ്ടനിൽ നിന്ന് 70 മൈൽ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് പോയിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചു. അവരെല്ലാം സഹായിച്ചു, അവർക്ക് അത്ഭുതം. അപ്പൊ നമുക്ക് ലോകത്തിൽ എവിടെ നിന്ന് നന്മ നിറഞ്ഞ അറിവുകൾ കിട്ടുമോ അത് ആഡ് ചെയ്യാൻ പഠിക്കണം. അഡീഷൻ. വേണ്ടാത്തതെല്ലാം ഡിലീറ്റ് ചെയ്യണം. ധാരാളം വേണ്ടാത്ത അറിവുകൾ നമ്മുടെ മനസ്സിലുണ്ട്, അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പഠിക്കണം. ചിലരുടെയൊക്കെ മനസ്സിലുണ്ട് ഭഗവത്ഗീതയിൽ മാത്രമേ മനുഷ്യന് ആവശ്യമായിട്ടുള്ള അറിവുള്ളൂ, ഖുറാനിൽ മാത്രമേ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അറിവുള്ളൂ, അല്ലെങ്കിൽ ബൈബിളിലൂടെ പോയാൽ മാത്രമേ മനുഷ്യന് സ്വർഗം കിട്ടുള്ളൂ. ഈ ധാരണകളൊക്കെ എൻ്റെ അനുജന്മാരും അനുജത്തിമാരും മാറ്റണം, ഡിലീറ്റ് ചെയ്യണം. നന്മകൾ ലോകത്തിൽ ഖുറാനിലുണ്ടെങ്കിൽ എടുക്കുക, ബൈബിളിലുണ്ടെങ്കിൽ എടുക്കുക, ഭഗവത്ഗീതയിലുണ്ടെങ്കിൽ എടുക്കുക. എവിടെയെല്ലാം നന്മകളുണ്ടോ അവിടെയെല്ലാം എടുക്കുക. വേണ്ടാത്ത ധാരണകൾ ഡിലീറ്റ് ചെയ്യുക. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതാ ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. കഴിഞ്ഞ 34 ദിവസമായിട്ട് പത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് മുഴുവനും ഡിലീറ്റ് ചെയ്യാത്ത വികാരങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർ ചെയ്ത തിന്മകളാണ്. തിന്മകൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നവര് ചെയ്തുകൊണ്ടിരുന്ന തിന്മകളാണ് ഇപ്പോഴും പത്രത്തിൽ വരുന്നത്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴും വിദ്യാഭ്യാസ കാലഘട്ടത്തിലും മനസ്സിനകത്ത് തിന്മകൾ നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിന്മകൾ അറിയാതെ കയറിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ അനുജന്മാരോടും അനുജത്തിമാരോടും ഗോപാലകൃഷ്ണന് പറയാനുള്ളത് അത് ഡിലീറ്റ് ചെയ്യുക. നന്മകൾ ആഡ് ചെയ്യുക, വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്യുക. ചിലതെല്ലാം മോഡിഫൈ ചെയ്യണം, ചിലതെല്ലാം മോഡിഫൈ ചെയ്യണം. എന്താ മോഡിഫൈ ചെയ്യേണ്ടത്? ചിലത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചിലത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ആ പഠിച്ചതും പഠിക്കാൻ പോകുന്നതും എല്ലാ കാലഘട്ടത്തിലേക്കും ഒരേപോലെ പ്രയോജനപ്പെട്ടതല്ല എങ്കിൽ ആ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് അതിനെ മോഡിഫൈ ചെയ്യണം. അടുത്ത കാലത്ത് എന്നോട് ചിലർ ചോദിച്ചു, സാറേ കേക്ക് മുറിക്കുന്നതിൽ തെറ്റുണ്ടോ ജന്മദിനത്തിനെന്ന്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, കേക്ക് മുറിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ കേക്ക് മുറിക്കാം. പക്ഷെ ഭാരതീയമായ പൈതൃകത്തിനനുസരിച്ച് വിളക്ക് ഊതിക്കെടുത്താറില്ല. അപ്പൊ നമ്മൾ ഈ കേക്ക് മുമ്പിൽ വെച്ച് നിങ്ങൾ മെഴുകുതിരിയോ വിളക്കോ എന്താ വേണ്ടെന്ന് വെച്ചാൽ കത്തിക്കുക. എന്തിനാ അത് ഊതിക്കെടുത്താൻ പോണേ? കേക്ക് മുറിച്ചാ പോരെ, അത് കത്തിയിരുന്നോട്ടെ. അയ്യോ, അത് മനസ്സിലായില്ല സാറേ. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രവർത്തിക്കുമ്പോ എന്താ ചെയ്യുക? ജ്യോതിർമാ തമസോഗമയ, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകാൻ നമ്മൾ ഈ മെഴുകുതിരിയോ അല്ലെങ്കിൽ വിളക്കോ ഊതിക്കെടുത്തുന്നു. എന്തിനാ ഊതിക്കെടുത്തുന്നത്? അമേരിക്കയിലൊക്കെ അങ്ങനെയാ. അമേരിക്കയിൽ ആൾക്കാർ തലകുത്തിയായിരിക്കും നടക്കുക. നമ്മൾ എന്തിനാ തലകുത്തി നടക്കുന്നത്? നമുക്കിവിടെ നടന്നാൽ പോരെ. അമേരിക്കയിൽ മഴ പെയ്താൽ ഇവിടെ കുട പിടിക്കാറുണ്ടോ? നമ്മള് ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയിൽ കുട പിടിക്കാറുണ്ടോ ആൾക്കാര്? നമുക്ക് നമ്മുടെ ദേശത്തിന്റെ നന്മകൾ സ്വീകരിച്ചാൽ പോരെ. ഇപ്പൊ നന്മകൾ സ്വീകരിക്കുമ്പോ മോഡിഫൈ ചെയ്യണം. മനസ്സിലായല്ലോ ഇല്ലേ? അതാത് ദേശത്തിനും കാലത്തിനും അനുസരിച്ച് അത് മോഡിഫൈ ചെയ്യണം. ഇപ്പൊ അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ. ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും.
എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ കറക്റ്റ് ചെയ്യണം. ഇന്നലെ ഒരാൾ അർദ്ധരാത്രിയിൽ ഞാൻ ഇമെയിൽ നോക്കിയപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, സാറ് 1999 ചെയ്തൊരു പ്രഭാഷണത്തില്, അത് ഞാൻ ഇപ്പൊ കേട്ടു CD-യില്, അതിൽ ക്രിസ്തുമസ് സെപ്റ്റംബർ 25 എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു പ്രഭാഷണത്തില് പാകിസ്ഥാനിലെ നാഗസാക്കിയിലും ഹിരോഷിമയിലും 2 ആറ്റം ബോംബ് ഇട്ടപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അറിയാതെ ജപ്പാനിലെ എന്നുള്ളത് പാകിസ്ഥാനിലെ ആയിപ്പോയി, ഡിസംബർ 25 എന്നുള്ളത് സെപ്റ്റംബർ 25 ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് നടത്തിയ പ്രഭാഷണങ്ങളിൽ മുഴുവനും ഞാനത് കറക്റ്റ് ചെയ്തു. ആ തെറ്റ് സ്ലിപ്പ് ഓഫ് ദി ടങ്ങിൽ വന്നത് കറക്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം, അബദ്ധം മനുഷ്യന് പറ്റും. അപ്പൊ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. അതാണ് ഏറ്റവും വലിയൊരു മനസ്സ്. താഴ്ന്നവരോടായാലും വിരോധമില്ല, മുകളിലുള്ളവരോടായാലും വിരോധമില്ല. നമുക്ക് അബദ്ധമോ തെറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളോട് പോലും, ഭാര്യയോട് പോലും, അച്ഛനോട്, അമ്മയോട്, സഹപ്രവർത്തകരോട് ഇതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ 4 വാക്ക് മനസ്സിലായി: അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ. ഇനി ആഡ് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അടുത്ത 4 വാക്കുകൾ. അടുത്ത 4 വാക്കുകൾ ഏതൊക്കെയാ? ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ്. 4 വാക്കുകൾ. നമ്മൾ വേദങ്ങളിൽ പറയും, ഭദ്രം കർണേഭി ശൃണുയാമദേവ. ഞങ്ങളുടെ ചെവികളിലൂടെ നന്മ നിറഞ്ഞത് കേൾക്കുവാൻ ഇടവരുത്തേണമേ ജഗദീശ്വര. അപ്പോ നമ്മളുടെ ചെവികൾ എന്തിനുള്ളതാ? കേൾക്കണം, സാധിക്കുന്നിടത്തോളം കേൾക്കണം എന്നാ ഞാൻ പറയാം. ഈ 10ാം ക്ലാസ്സിൽ നിന്ന് മുകളിലെത്തിയ വിദ്യാർത്ഥികളോടെല്ലാം ഞാൻ പറയാറുണ്ട്, നന്മകളും തിന്മകളും നിങ്ങൾ കേൾക്കണം, നന്മകളും തിന്മകളും നിങ്ങൾ കാണണം, നന്മകളും തിന്മകളും നിങ്ങൾ ചർച്ച ചെയ്യണം. അതിനുവേണ്ടി മനസ്സ് തുറന്നു വെക്കുക, ചെവി തുറന്നു വെക്കുക. നന്മ